أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون. اتقوا الله عباد الله. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽബറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, സാമൂഹ്യ ജീവിയായ നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ സഹായവും മറ്റുള്ളവരുടെ പ്രതീക്ഷകളും നല്ല സംസാരങ്ങളും ഒന്നുമില്ലാതെ ഒറ്റപ്പെട്ട് ഈ ദുനിയാവിലൂടെയുള്ള ജീവിതത്തിലൂടെ മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെയേറെ പ്രയാസമേറിയ കാര്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. എന്നാൽ മനുഷ്യരായ, പരലോകത്തെ ആഗ്രഹിക്കുന്ന, നരകത്തെ വല്ലാതെ ഭയപ്പെടുന്ന ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ഒറ്റപ്പെട്ടു പോകുന്ന ചില രംഗങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ചില വിശദീകരണങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഇന്ന് ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. സഹോദരങ്ങളെ, നാം ഒറ്റപ്പെട്ടു പോകുന്ന, ഒരാൾക്കും ഒരാളുടെ സഹായം പോലും ലഭിക്കാത്ത വളരെ പ്രയാസമേറുന്ന ഒന്നാമത്തെ സന്ദർഭം എന്നുള്ളത് നമ്മുടെ മരണവേളയിലാണ്. നമ്മളെല്ലാവരും ഈ ഭൂലോകത്തേക്ക് ജനിച്ചു വീണിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം പടച്ച റബ്ബിന്റെ അലംഘനീയമായ ആ വിളിക്ക് ഉത്തരം നൽകി പോകേണ്ടവരാണ്. ഇന്ന് നമ്മെ സഹായിക്കുവാനുള്ള ആളുകൾ ഒരുപാടാണ്. നാം അറിയാത്ത ഒരു പ്രദേശത്തെത്തിയാൽ, നമുക്കറിയാത്ത ഒരു മേഖലയിൽ നമ്മൾ എത്തിയാൽ, സഹോദര നിന്നെ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരാളും, ഉമ്മയാകട്ടെ, ഉപ്പയാകട്ടെ, ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, ആരും ഒരാളും നമ്മെ സഹായിക്കാനില്ലാത്ത ഒരു വേളയാണ് മുഅ്മിനുകളെ നമ്മുടെ മരണത്തിന്റെ സന്ദർഭം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള മരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അല്ലാഹു പറയാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരങ്ങളും മരണത്തിന്റെ രുചി ആസ്വദിക്കുമെന്നുള്ളതാണ്. സഹോദരങ്ങളെ, പടച്ച റബ്ബ് നിശ്ചയിച്ച ആ മരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ആ മരണം നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോ എന്താണ് നമ്മുടെ കൈകളിലുള്ള അമലുകൾ എന്നുള്ള ചോദ്യത്തിനാണ് ഏറെ പ്രസക്തിയുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പടച്ച റബ്ബേ, ആ ഒരു സമയം എത്തിക്കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ, ഒരു വേള മുന്തിപ്പിച്ചു തരികയോ പിന്തിപ്പിക്കുകയോ ഇല്ല. അല്ലാഹു പറയാണ്, ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ. അങ്ങനെ അവരുടെ ആ അവധി അങ്ങ് വന്നെത്തിക്കഴിഞ്ഞാൽ അവർക്കൊരു നാഴിക പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല വൈകിപ്പിക്കുവാനാവുകയില്ല. അത് നേരത്തെയാക്കുവാനും കഴിയില്ല. ഒരിക്കലും അത് മുന്നോട്ടോ പിന്നോട്ടോ പോകുന്നതല്ല. അതതിന്റെ കൃത്യമായ
സമയത്ത് വെച്ചുകൊണ്ട് തന്നെ അത് സംഭവിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ മരണം നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ ആരാണ് നമ്മെ സഹായിക്കാണ്ടാവുക? നമ്മെ പണം തന്ന് സഹായിച്ചവൻ, സ്വാധീനത്തിന്റെ പേരിൽ നമ്മളെ സഹായിച്ചവൻ, അതുപോലെ തന്നെ മറ്റുള്ള മേഖലകളിലൂടെ നമ്മളെ സഹായിച്ചവൻ, മരണമെത്തുന്ന സന്ദർഭങ്ങളിലൂടെ സഹായിക്കാൻ അവനക്ക് കഴിയുമോ? ഒരിക്കലും ഒരാൾക്കും നമ്മെ സഹായിക്കാൻ കഴിയാത്ത, നമ്മൾ മാത്രം ഒറ്റപ്പെട്ടു പോകുന്ന രംഗമാണ് മുഅ്മിനുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ നിശ്ചയിച്ചിട്ടുള്ള മരണം എന്നുള്ളത്. ആ മരണവേളയിൽ ഓരോ മനുഷ്യരും ആ മരണവേദന അനുഭവിക്കും. അല്ലാഹു പറയാണ്, വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ذلك ما كنت منه تعيد. മരണവെപ്രാളം അത് യാഥാർത്ഥ്യവും കൊണ്ടുവരുന്നതാണ്. ഏതൊന്നിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നുവോ അതത്രേ അത്. പടച്ചോനെ, എന്നെ ഒന്ന് ബന്ധിപ്പിച്ചു തരുമോ? അല്ലാഹുവേ, എന്നെ ദുനിയാവിലേക്കൊന്ന് പറഞ്ഞേക്കുമോ? എന്റെ കർമ്മങ്ങളിനി എനിക്കൊരുപാട് ചെയ്യുവാനുണ്ട് എന്ന് പറയുമ്പോ മനുഷ്യന്റെ കൽബറിയുന്ന പടച്ച റബ്ബ് പറയുന്നത് എന്താ? കല്ല, ഒരിക്കലുമില്ല മനുഷ്യ. ഇന്നഹാ കലിമത്തുൻ, അതൊരു വെറും വാക്ക് മാത്രമാണ്. ഹുവ ഖായിലുഹാ, അതാ മനുഷ്യനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. സഹോദരങ്ങളെ, വിശ്വാസികളായ നമ്മളെ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കേണ്ട ഒരു മേഖലയാണെന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നൽ മൗത ഫസഉൻ, തീർച്ചയായും മരണമെന്നുള്ളത് ഭീതിജനകമായി കൊണ്ടുള്ള അവസ്ഥയാണ്. കണങ്കാലിനോട് കൂടി പിടിച്ച് നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും ആകെ പ്രയാസപ്പെട്ടു പോകുന്ന ഒരു മേഖല, നമ്മളാരും ഇന്നുവരെ അനുഭവിക്കാത്ത, ഇനി നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ആ വേദന. സഹോദരങ്ങളെ, സഹായിക്കുവാൻ, തുണയേകുവാൻ ഭാര്യയില്ലാത്ത, ഭർത്താവില്ലാത്ത, മക്കളില്ലാത്ത, ഒരാളും നമ്മെ സഹായിക്കാനില്ലാത്ത ആ അലംഘനീയമായ മരണത്തിന്റെ വേളയിൽ വിശ്വാസികളെ, പടച്ച റബ്ബിന്റെ മലായിക്കത്തുകള് ഏത് രൂപത്തിലാണ് നമ്മളെ പരിഗണിക്കുക എന്ന് ഒരു വേള ഈ ദുനിയാവിലൂടെ ജീവിക്കുമ്പോ സുഹൃത്തുക്കളെ, ഞാനും നിങ്ങളും ചിന്തിച്ചു പോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് വിശ്വാസികളായ നാം, മുഅ്മിനുകളായ നാം മുസ്ലിമീങ്ങളായിക്കൊണ്ട് ജീവിക്കണം. അഥവാ എനിക്ക് പറ്റിയ, എന്റെ ജീവിതത്തിന് ഏറ്റവും തോന്നുന്ന കാര്യങ്ങളെ ഞാൻ മുറുകെ പിടിക്കാം, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കാം എന്നുള്ള മനസ്സ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അല്ലാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം നിങ്ങൾ സൂക്ഷിക്കണം. പടച്ച റബ്ബിനെ സൂക്ഷിക്കേണ്ടുന്ന ആ ഒരു മുറപ്രകാരം നിങ്ങൾ സൂക്ഷിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമീങ്ങളായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കാനിടയാകരുത്. സഹോദരങ്ങളെ, പ്രവാചകന്മാരുടെ ജീവിതം നമ്മൾ എടുത്തു നോക്കിയാൽ ആ പ്രവാചകന്മാർ വരെ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചവരാണ്. തങ്ങളുടെ മക്കളോട് അവർ ഉപദേശം നൽകിയതാണ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന എന്തെന്നറിയുമോ? തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. പടച്ചോനെ, എന്നെ നീ മുസ്ലിമായി കൊണ്ട് നീ മരിപ്പിക്കണമേ. എന്നെ നീ മുസ്ലിമായി കൊണ്ട് മരിപ്പിക്കണം. ആരാ പ്രാർത്ഥിക്കുന്നത്? ഒരു പ്രവാചകനാണ് പ്രാർത്ഥിക്കുന്നത്. സുഹൃത്തുക്കളെ, വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. പടച്ചോനെ, സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണം. എന്തുകൊണ്ട് മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ പ്രാർത്ഥന കടന്നു വരുന്നില്ല? നാം മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. വരാനിരിക്കുന്ന ഭീതിജനകമായി കൊണ്ടുള്ള അവസ്ഥയെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടില്ല. മലായിക്കത്തുകൾ ഏത് രൂപത്തിലാണ് എന്റെയും നിങ്ങളുടെയും അടുക്കലേക്ക് കടന്നു വരിക എന്നുള്ളത്
നാം തീരുമാനിച്ചിട്ടില്ല, നമ്മൾ ആലോചിച്ചിട്ടില്ല. നല്ല വ്യക്തികളാണെങ്കിൽ അവരൊരിക്കലും ഭയപ്പെടേണ്ടതില്ല. വിശ്വാസിയാണോ പേടിക്കേണ്ടതില്ല. അവിശ്വാസിയാണോ, അള്ളാന്റെ കൽപ്പനകൾ ധിക്കരിച്ച് ജീവിക്കുന്നവനാണോ, പടച്ച റബ്ബിങ്കലേക്കല്ലാതെ തവക്കുലുകളും അതുപോലെ തന്നെ പ്രാർത്ഥനകളും ഇസ്തിഹാസയുടെ വഴികളും കൊടുക്കുന്നവനാണോ, അവന്റെ ജീവിതത്തിൽ ഏറെ ഭയപ്പെടേണ്ടതുണ്ട്. ജീവിതത്തിൽ ശിർക്ക് കടന്നു വരാൻ പാടില്ല. ഏത് സന്ദർഭത്തിലും ഏത് പരീക്ഷണത്തിന്റെ മേഖലകളിലും എന്റെ റബ്ബിനെ വിളിച്ച് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ, എന്റെ റബ്ബിന് മാത്രമേ എന്റെ നേർച്ചകളും വഴിപാടുകളും ഞാൻ നൽകുകയുള്ളൂ എന്നുള്ള ദൃഢമായ വിശ്വാസമാണ് മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ എന്റെയും ജീവിതത്തിൽ കടന്നു വരേണ്ടത്. നോക്കിയേ, നിങ്ങള് നല്ല ആളുകളാണെങ്കിൽ അവരുടെ അടുക്കലേക്ക് മലായിക്കത്തുകൾ വരുന്ന അവസ്ഥ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്തെന്നറിയോ? തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ അടുക്കലേക്ക് ആ മരണമങ്ങ് കടന്നു വരുമ്പോ അവരോട് മലക്കുകൾ പറഞ്ഞു പോകുന്നു, വല്ലാ തഖാഫു വലാ തഹ്സനൂ, ദുഃഖിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. വിശ്വാസികളെ, സത്യവിശ്വാസികൾക്ക് പടച്ച റബ്ബ് കൊടുക്കുന്ന ഏറ്റവും വലിയ ഫضലാണ് ആ രംഗത്തിലൂടെയുള്ള വർത്തമാനങ്ങൾ. നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗ്ഗത്തെക്കുറിച്ച് നിങ്ങൾ സന്തോഷമടഞ്ഞുകൊള്ളുക. ഇതാർക്ക് ലഭിക്കുന്നതാ? ഇതാർക്ക് ലഭിക്കുന്നതാ യുവാക്കളെ? ഇതാർക്ക് ലഭിക്കുന്നതാ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ? പടച്ച റബ്ബിന്റെ മാർഗത്തിൽ നല്ലതുപോലെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് ഒരാളും നമ്മെ സഹായിക്കാനില്ലാത്ത ഒന്നാമത്തെ രംഗമെന്നുള്ളത് സുഹൃത്തുക്കളെ നമ്മുടെ ഈ മരണത്തിന്റെ അവസ്ഥയാണ്. ജീവിതത്തിലെ പടച്ച റബ്ബിന്റെ നിഅമത്തുകൾ നമ്മൾ ഒരുപാട് മുതലാക്കിയ ആളുകളാണ്, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വെള്ളം, നമുക്ക് നൽകുന്ന ഭക്ഷണം, ദിവസങ്ങളോളം ഒരാൾക്ക് ഒരു രൂപ കൊടുക്കാതെ സുന്ദരമായ വായുവിനെ നമ്മൾ ശ്വസിക്കുന്നു. വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ പോയി ഒരമണിക്കൂർ, ഒരു മണിക്കൂർ നമ്മൾ ആ വായുവിന് വേണ്ടി ഒന്ന് താഴ്ന്ന് കിടന്നു കൊടുത്താൽ മണിക്കൂറുകൾക്ക് മുമ്പേ നമ്മുടെ അടുക്കലേക്ക് വരുന്ന വലിയ തുക, ബില്ലിന്റെ തുക, അതിന്റെ വലിപ്പം എത്രത്തോളമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കണം. എന്തിനെക്കുറിച്ച് ആലോചിക്കണം? മരണത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. മരണത്തിന്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഒരാളും എന്നെ സഹായിക്കാനില്ല, എന്റെ ഒപ്പുണ്ടാവൂല, എന്റെ ഉമ്മയുണ്ടാകില്ല, എന്റെ കൂടപ്പിറപ്പുകൾ ആരുമില്ലാത്ത രംഗമാണ് എന്റെ മരണമെന്നാലോചിക്കാൻ, ഒരു തുള്ളി കണ്ണുനീർ കണ്ണിൽ നിന്ന് പൊഴിക്കാൻ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നോക്കിയേ നിങ്ങൾ, രണ്ടാമതായി നമ്മൾ ഓരോരുത്തരും ഒറ്റപ്പെടുന്ന രണ്ടാമത്തെ രംഗം എവിടെയാണ് എന്നറിയുമോ? നമ്മുടെ മരണത്തിന് ശേഷം നമ്മളെ കൊണ്ടുപോയി വെക്കുന്ന ആ ഖബർ എന്നുള്ള വീട്ടിലാണ്. ചിന്തിച്ചിട്ടുണ്ടോ? 6 അടി മണ്ണായിട്ടുള്ള ആ ഖബർ, അതിന്റെ വിശാലത കണ്ടവരാണ് നമ്മൾ, അതിന്റെ രൂപം കണ്ടവരാണ് നമ്മൾ. പക്ഷെ അതിന്റെ ഉള്ളിൽ പോയി ഒരു ദിവസം പോലും കിടന്നിട്ടില്ല നമ്മൾ. പക്ഷേ നമ്മുടെ മരണത്തോടുകൂടി നമ്മുടെ സുന്ദരമായ വീട്ടിൽ നിന്ന് മെത്ത വിരിച്ച, പരവതാനി വിരിച്ച, ശീതീകരിച്ച മുറികളിൽ നിന്നും ഒരു സുഖമോ ഒരു നൈർമല്യതയോ കിട്ടാത്ത 6 അടി മണ്ണിലേക്ക് കുടുംബക്കാർ നമ്മളെ കൊണ്ടുപോയി വെക്കുന്ന ഖബറിൽ നമ്മൾ തനിച്ചാണ്. ഹറാമ് ചെയ്യുന്ന ആളുകളെ, ഹറാമിൽ നിലനിൽക്കുന്ന ഒരുപാട് ആളുകളെ അവർ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുക, ഒരാളും സഹായിക്കാനില്ലാത്ത ലോകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യത്ബഉൽ മയ്യിത സലാസത്തുൻ, 3 കാര്യങ്ങൾ മയ്യിത്തിനെ പിന്തുടരുമെന്നുള്ളതാണ്. 3 കാര്യങ്ങൾ മയ്യിത്തിനെ പിന്തുടരും. ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയത് അഹ്ലുഹു, അവന്റെ കുടുംബമാണ്.
ആ മയ്യിത്തിനെ പിന്തുടരുന്ന ഒന്നാമത്തെ വിഭാഗം അവന്റെ കുടുംബമാണ്. വമാലുഹു, അവന്റെ സമ്പത്താണ്. വഅമലുഹു, അവന്റെ സൽക്കർമ്മങ്ങളാണ്. ഇതൊക്കെയാണ് കുടുംബം. അവന്റെ പ്രിയപ്പെട്ട അവന്റെ കുടുംബം. ഒരു വേള അവനെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് അവനക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്, പടച്ചോനെ, എന്റെ ഉപ്പക്ക്, എന്റെ ഉമ്മക്ക്, എന്റെ സഹോദരിക്ക്, എന്റെ സഹോദരന് നീ പൊറുത്തു കൊടുക്കണമേ, ഖബർ വിശാലമാക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ എത്തി അവന്റെ കുടുംബം. അതുപോലെ പിന്തുടർന്നേതാ? വമാലുഹു, അവന്റെ സമ്പത്താണ്. അവൻ ഈ ദുനിയാവിലെ ചെയ്തു കൂട്ടി അവനുണ്ടാക്കിയെടുത്ത അവന്റെ സമ്പത്ത്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വഅമലുഹു, അവന്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു മയ്യിത്തിനെ പിന്തുടരുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫയർജിഉ ഇസ്നാനി വയബ്ഖാ വാഹിദുൻ, രണ്ടെണ്ണം അവിടുന്ന് തിരിച്ചു പോരും. രണ്ട് കൂട്ടം വിഭാഗം ആളുകൾക്ക് അവിടെ പിന്നെ സ്ഥാനമില്ല. വയബ്ഖാ വാഹിദ്, ഒന്നവിടെ അവശേഷിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, യർജിഉ അഹ്ലുഹു വമാലുഹു, അവന്റെ സമ്പത്തും അതുപോലെ തന്നെ അവന്റെ കുടുംബവും അവിടെ നിന്ന് തിരിച്ചു പോരും. അല്ലേ? ഒരു സമയമെത്തിക്കഴിഞ്ഞാൽ ഏതൊരു മകനും, ഏതൊരു ഉപ്പയും, ഏതൊരു സഹോദരനും ആരെയാണോ മറമാടിയത്, ആരെയാണോ ഖബറിൽ വെച്ചത്, അവിടെ നിന്ന് പിറകോട്ട് പോരുകയാണ്. ഇന്ന് വരെ ലോകത്ത് ഒരാളും, ഒരു മകനും, ഒരു ബാപ്പയും പറഞ്ഞിട്ടില്ല, എന്റെ പൊന്നാവന മകനാണിത്, എന്റെ പൊന്നുപ്പച്ചിയാണ്, അതുകൊണ്ട് രാത്രികാലം വരെ ഞാൻ ഇവിടെ ഇരിക്കട്ടെ. ഒരാളും പറഞ്ഞിട്ടില്ല. ഓക്കെ, നിങ്ങൾ അവിടെ നിന്ന് അവർ രണ്ടുപേരും തിരിച്ചു പോരുകയാണ്. വയബ്ഖാ അമലുഹു, അവന്റെ സൽക്കർമ്മം മാത്രം ബാക്കിയാണ്. സുഹൃത്തുക്കളെ, ഞാൻ ആത്മാർത്ഥമായി എന്നോടും നിങ്ങളോടും ഒന്ന് ചോദിക്കട്ടെ, നമ്മളെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ഈ മൂന്ന് വിഭാഗം നമ്മൾ പിന്തുടരുമ്പോ, രണ്ട് കാര്യങ്ങൾ പിന്നോട്ട് വരുമ്പോ, ഒരു കാര്യം അവിടെ അവശേഷിക്കുമ്പോ, അത് നമ്മുടെ അമലാണെങ്കിൽ നമ്മുടെ അമൽ സൽക്കർമ്മമായിരിക്കുമോ അതോ ദുഷ്കർമ്മമായിരിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് ഒറ്റപ്പെടുന്ന ഖബർ എന്നുള്ള ആ ഭയാനകരമായി കൊണ്ടുള്ള വീട്ടിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അമലുകളാണ് മുഅ്മിനുകളെ. എന്നാൽ ഇന്നത്തെ ആധുനിക ലോകം ദുനിയാവിന്റെ പിടുത്തത്തിൽപ്പെട്ടു, മരണത്തെ വിസ്മരിച്ചു, ഖബറിനെ വിസ്മരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ വിസ്മരിച്ചു, ദുനിയാവിന്റെ പിടുത്തത്തിൽ മാത്രം അകപ്പെട്ടു പോയിരിക്കുന്ന ചില ആളുകൾ. അള്ളാഹുവിന്റെ ഒരു വചനമുണ്ട് പരിശുദ്ധ ഖുർആനിൽ, അല്ലാഹു പറയാണ്, വമൻ അഅറള അൻ ദിക്രി فإن له معيشة ضنكا ونحشره يوم القيامة أعمى. വിശ്വാസികളെ, നമ്മുടെ ഹൃദയത്തെ ഒന്ന് ഈമാൻ കൊണ്ട് പുൽകാൻ, ഒന്ന് പടച്ച റബ്ബിങ്കിലേക്ക് ആത്മാർത്ഥമായി കൊണ്ട് മടങ്ങാൻ ഉതകുന്ന ഒരു വചനമാണ്. എന്താണെന്നറിയോ? വമൻ അഅറള അൻ ദിക്രി, എന്നെ ഓർക്കുന്നതിൽ നിന്ന്, എന്നെ സ്മരിക്കുന്നതിൽ നിന്ന് ആരാണോ പിന്തിരിഞ്ഞു പോയത്, ഫഇന്ന ലഹു മഈശതൻ ളങ്കാ, അവൻക്ക് വളരെ കുബുസായ, അവൻക്ക് വളരെ ഇടുങ്ങിയ ജീവിതമുണ്ട്. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അമാ, പടച്ച റബ്ബ് നാളെ അവനെ പുനരുദ്ധാനം ചെയ്യുന്നത് അന്ധനായിക്കൊണ്ടായിരിക്കും, കണ്ണ് കാണാത്തവനായ നിലക്കായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാ. സഹോദരങ്ങളെ, ഈ മനുഷ്യൻ നാളെ പരലോകത്ത് കടന്നു വരുമ്പോ ഈ മനുഷ്യൻ പറഞ്ഞു പോകുന്നു, പടച്ചോനെ, ഞാനേറെ കാഴ്ചയുള്ള, കാണാനേറെ കഴിയുന്ന വ്യക്തിയാണല്ലോ, ഞാനിപ്പോൾ എന്താ ഇങ്ങനെ? പടച്ചോനെ,
എനിക്ക് കണ്ണിന് നല്ല കാഴ്ചയുണ്ടായിരുന്നല്ലോ, എന്റെ കണ്ണിന് നല്ല കാഴ്ചയുണ്ടായിരുന്നല്ലോ റബ്ബേ, എന്തേ ഞാൻ ഇങ്ങനെയായി പോയത് എന്ന് ചോദിക്കുമ്പോ അർഹമുർ-റാഹിമീനായ നാഥൻ കൊടുക്കുന്ന മറുപടി, എടോ എന്റെ ആയത്തുകള്, എന്റെ ദൃഷ്ടാന്തങ്ങൾ വന്നെത്തിയപ്പോ അതിനെ വിസ്മരിച്ചു കളഞ്ഞവനാണ് നീ, അതിനെ മാറ്റിവെച്ചവനാണ് നീ, അതിനെ കണ്ടില്ലെന്ന് നടിച്ചവനാണ് നീ, അതുകൊണ്ട് നിന്റെ ദിവസം ഇന്ന് ഇങ്ങനെയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയോട് പറയുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഒറ്റപ്പെടുന്ന ഖബറെന്ന രംഗത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടവരാണെങ്കിൽ നാം റബ്ബിനോട് പ്രാർത്ഥിച്ചു പോയോ? പടച്ചോനെ, ആരാരുമില്ലാത്ത ആ ഖബർ ജീവിതത്തിൽ എനിക്ക് നീ തുണയേകണേ റബ്ബേ, എന്റെ ഈമാനിനെ നീ നന്നാക്കി താ റബ്ബേ, എന്റെ ജീവിതത്തിൽ ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്ന പാപങ്ങളിൽ നിന്ന് എന്നെ ഒന്ന് പിന്തിപ്പിച്ചു താ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുവാൻ എന്റെ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? നമ്മൾ എന്ത് വിചാരിച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത്? നമ്മൾ എന്ത് കരുതിയിട്ടാ നമ്മൾ ജീവിക്കുന്നത്? ഞാനിപ്പോഴൊന്നും മരണത്തിന്റെ മുമ്പിൽ കീഴൊതുങ്ങില്ല എന്നുള്ള ധൈര്യമാണോ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ നമ്മെ ഇതിൽ നിന്നെല്ലാം പിന്തിപ്പിക്കുന്നത് എങ്കിൽ നമ്മൾ ഒരു വേള, ഒരു ദിവസത്തിൽ പല തവണയായി നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി, വഹുവ യതഅവ്വദു മിൻ അദാബിൽ ഖബർ, അദ്ദേഹം ഖബർ ശിക്ഷയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാവൽ ചോദിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ നമസ്കാരങ്ങളിൽ നമ്മൾ ചൊല്ലുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, പടച്ചോനെ ഖബർ ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാത്ത ഒരു നമസ്കാരവും നമ്മിൽ നിന്ന് കടന്നു പോയിട്ടില്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെയാണ് അർത്ഥമറിഞ്ഞ് മനസ്സറിഞ്ഞുകൊണ്ട് മനസ്സ് നമസ്കാരത്തിലും പ്രാർത്ഥനയിലും കേന്ദ്രീകരിച്ച് പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചവർ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഒറ്റപ്പെടുന്ന രണ്ടാമത്തെ രംഗമെന്നുള്ളത് സഹോദരങ്ങളെ ആ ഖബർ ജീവിതത്തിലാണ്. അതുകൊണ്ട് ആ ഖബർ ജീവിതത്തിൽ നമ്മൾ ചെല്ലുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലായികത്തുകളുടെ ചോദ്യമുണ്ട്, മൻ റബ്ബുക, മൻ ദീനുക, മൻ ഇമാമുക, എടോ നിന്റെ ദീനേതാ, നിന്റെ ദീനേതാ, അതുപോലെ തന്നെ നിന്റെ പ്രവാചകനാരാ, നിന്റെ ഇമാമാരാ? ഇത് അല്ലാഹുവിന്റെ മലായികത്തുകൾ ചോദിക്കുമ്പോ ഇതിന്റെ ഉത്തരം പറയാൻ കഴിയുന്നത് ആർക്കാ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്നിപ്പത് ചോദിക്കുമ്പോ ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലെ, ആരാ നിന്റെ റബ്ബ് എന്ന് ചോദിക്കുമ്പോ ആരും പറഞ്ഞു പോകും, റബ്ബി അല്ലാ, എന്റെ റബ്ബ് അല്ലാഹുവാണ്. എന്നാൽ സഹോദരങ്ങളെ, നാളെ ഖബറിലേക്ക് നമ്മളെ കൊണ്ടുപോയി വെക്കുന്ന സന്ദർഭങ്ങളിലൂടെ മലായികത്തുകളുടെ ഈ ചോദ്യം അങ്ങ് കടന്നു വരുമ്പോ വിശ്വാസിയല്ലാത്ത താന്തോന്നിത്തരം ജീവിതത്തിലൂടെ കടന്നു വന്ന മനുഷ്യനാണോ അവനോട് ഈ ചോദ്യം അങ്ങ് ചോദിക്കുമ്പോ അവൻ ലാ അദിരി, എനിക്കറിയില്ല എന്നാണ് അവന്റെ മറുപടി. നിന്റെ ദീൻ ഏതാണെന്ന് ചോദിക്കുമ്പോ അവൻ കരയില്ല, നിന്റെ ഇമാമാരാണെന്ന് ചോദിക്കുമ്പോ അവൻ കരയില്ല. എന്നാൽ വിശ്വാസിയായി തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് ജീവിച്ച മനുഷ്യനാണെങ്കിൽ അവൻ പറയും, റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ്, എന്റെ ദീൻ അത് ഇസ്ലാമാണ്, എന്റെ ഇമാം അത് ഖുർആനാണ് എന്ന് പറയാൻ വിശ്വാസിക്ക് കഴിയും. അപ്പൊ ആ കൂട്ടത്തിൽ ഉൾപ്പെടാനാണ് വിശ്വാസികളെ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ സദാ നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതുകൊണ്ട് ഒറ്റപ്പെടുന്ന ഈ രണ്ട് രംഗങ്ങളെ വിശ്വാസികളായ നാം ഏറെ ഭയപ്പെടുക, ഏറെ ശ്രദ്ധിക്കുക. അർഹമുർ-റാഹിമീനായ നാഥൻ നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്.
ഏറ്റവും സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒന്നാമത്തെ രംഗം നമ്മുടെ മരണരംഗമാണ്. ഒരാളും സഹായിക്കാനില്ല. രണ്ടാമത്തെ നമ്മുടെ രംഗം എന്നുള്ളത് നമ്മുടെ ഖബർ ജീവിതമാണ്. മൂന്നാമതായി നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നത് പരലോക ജീവിതത്തിലാണ്. അല്ലേ? അല്ലാഹു പറഞ്ഞത് എന്താ പരലോകത്തെ കുറിച്ച്? വൽആഖിറതു ഖൈറുൻ വഅബ്ഖാ, എന്നെന്നും അവശേഷിക്കുന്നത് അത് പരലോകമാണ്. അപ്പോ ജീവിതത്തിലൂടെ, ഭാര്യയിലൂടെ പരലോകം, മക്കളിലൂടെ പരലോകം, കച്ചവടത്തിലൂടെ പരലോകം, നമ്മൾ ഏതൊക്കെ കാര്യങ്ങളുമായി നമ്മൾ ഇടപെടുന്നുണ്ടോ അതിലൂടെ എല്ലാം വിശ്വാസികളായ നാം ലക്ഷ്യമിടേണ്ടത് പരലോകത്തെ കുറിച്ചായിരിക്കും. നോക്കിയേ നിങ്ങൾ, ആ പരലോകം എന്നുള്ളത് എന്താ? യൗമ തുബ്ലസ് സറായിർ, രഹസ്യങ്ങളെല്ലാം പരിശോധിക്കപ്പെടുന്ന ദിവസമാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മളൊക്കെ വിനയാനെതിരായി നിൽക്കും. അന്നത്തെ ഉടമ പടച്ചുറപ്പാണ്. അല്ലേ? ഒരാൾക്കും അന്നത്തെ ഒരധികാരവുമില്ല. ഇന്ന് സ്നേഹം കൊണ്ട് വാത്സല്യത്തോടുകൂടി നമ്മളെ തലോടുന്ന നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കള്, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ അയൽവാസികൾ, ഇവരാരും നമ്മുടെ കൂടെ ഇല്ലാത്ത രംഗം എത്രത്തോളം. ഫഇദാ ജാഅതിസ് സ്വാഖ, എന്നാൽ ആ ഭീകര ശബ്ദം അങ്ങ് വന്നു കഴിഞ്ഞാൽ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, മനുഷ്യൻ തന്റെ സഹോദരനെ വിട്ടുപോകുന്ന ദിവസം, വ ഉമ്മിഹി വ അബീഹി, അവന്റെ മാതാപിതാക്കളെ വിട്ടുപോകുന്ന ദിവസം, വ സ്വാഹിബതിഹി വ ബനീഹി, അവന്റെ ഭാര്യയെയും മക്കളെയും വിട്ടുപോകുന്ന ദിവസം. ഇതൊക്കെ പരലോകത്തിലെ രംഗങ്ങളാണ്. അപ്പോ ഈ പരലോകത്ത് നമ്മൾ ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ സുഹൃത്തുക്കളെ, ആ പരലോകത്ത് രക്ഷപ്പെടാനുള്ള കർമ്മങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചു തരുന്ന ഈ ദിവസങ്ങളിലൂടെ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ നോക്കിയേ, ഒരു വർഷം നമ്മിൽ നിന്ന് പിന്നോട്ട് പോയി ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കടന്നു. ആ പുതുവർഷത്തിലെ ഏകദേശം ഒരാഴ്ചയിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങൾ ഡിസംബർ 31 പുതിയ വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ തലേ ദിവസം നമ്മുടെ നാട്ടിൽ ചില വിഭാഗം ആളുകൾ കാട്ടിക്കൂട്ടിയ കോപ്രായിത്തരങ്ങൾ, ചില വിവരമില്ലാത്ത ആളുകൾ ചെയ്തു കൂട്ടിയ വിഡ്ഢിത്തരങ്ങൾ, വിശ്വാസികളെ, നമ്മൾ ഏറെ പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി നന്ദി കാണിക്കേണ്ടുന്ന രംഗമാണ്. അല്ലാഹുവേ, നീ എനിക്ക് ഒരു വർഷത്തിലേക്ക് ജീവിക്കുവാനുള്ള അവസരം നൽകിയല്ലോ, അൽഹംദുലില്ലാഹ് പറയാൻ നമുക്ക് കഴിഞ്ഞു. പടച്ചോനെ, നിനക്ക് നന്ദിയുണ്ട് റബ്ബേ, നിനക്ക് സ്തുതിയുണ്ട് റബ്ബേ, എന്റെ കർമ്മങ്ങളെ എനിക്ക് നന്നാക്കുവാനുള്ള അവസരങ്ങൾ നീ നൽകിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ പടച്ച റബ്ബിങ്കിലേക്ക് മടങ്ങാൻ വിശ്വാസികളെ നമുക്ക് സാധ്യമായോ? എന്നാൽ പല ആളുകളും അത് ആഘോഷമാക്കി. അല്ലാഹു നമ്മയൊക്കെ കാത്തിരിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞ ഒരൊറ്റ വചനം നമുക്ക് പറയാം. അല്ലാഹു പറയാണ്, വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിനു ഫൗലൈക കാന സഅയുഹും മസ്കൂറാ. നല്ല ഒരു പരിശുദ്ധ ഖുർആന്റെ ഒരു വചനം. അങ്ങനെ പറയാൻ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കാൻ. വമൻ അറാദൽ ആഖിറത, ആര് പരലോകത്തെ ഉദ്ദേശിക്കുന്നുവോ, വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ, വിശ്വാസിയായിക്കൊണ്ട് ആ പരലോകത്തിന് വേണ്ടി പ്രയത്നിക്കുന്നുവോ, അവരുടെ പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദിപൂർവം അവരിൽ നിന്ന് സ്വീകരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. രണ്ട് കാര്യങ്ങൾ പരലോകത്തെ ആഗ്രഹിക്കണം, ഉദ്ദേശിക്കണം. അതിനു വേണ്ടി എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല
ദുനിയാവിൽ നമുക്ക് നൽകുന്ന അവസരങ്ങളെ റബ്ബിന് വേണ്ടി നമ്മൾ വിനിയോഗിക്കുക. നല്ല അടിമകളായി, നല്ല ആബിദായി റബ്ബിലേക്കും അതുപോലെ തന്നെ അല്ലാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിലേക്കും വലിയ ഒരു താല്പര്യം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരിക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ ദിവസമുണ്ടല്ലോ, യൗമുൽ ജുമുഅ, പടച്ച റബ്ബ് നമ്മളെ വല്ലാതെ അനുഗ്രഹിച്ചതുകൊണ്ട് നമുക്ക് കിട്ടിയ ദിവസമാണ്. പല ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പല ദിവസം കൊടുത്തു. ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയാണെങ്കിൽ, ജൂതന്മാർക്ക് ശനിയാഴ്ചയാണെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. ഒരുപാട് പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാവുന്ന ദിവസം, പ്രഭാതം മുതൽ പ്രദോഷം വരെ നന്മകളുടെ കൂമ്പാരമുള്ള ദിവസം അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രയെത്ര ആദാബുകളെയാണ് പഠിപ്പിച്ചത്. സുഹൃത്തുക്കളെ, ഈ വെള്ളിയാഴ്ച ദിവസത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. സത്യവിശ്വാസികളെ, വെള്ളിയാഴ്ച ദിവസം നിങ്ങളെ പള്ളിയിലേക്ക് വിളിക്കപ്പെട്ടാൽ ഫസ്ഔ, നിങ്ങൾ ധൃതി കാണിക്കണം, ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ സ്മരിക്കുന്നതിലേക്ക്. ഏതാണ് ആ സ്മരണ? അന്ന് പള്ളിയിൽ വെച്ച് നടക്കുന്ന ഖുത്ബ. ആ ഖുത്ബ ക്ഷമയോടുകൂടി, ശ്രദ്ധയോടുകൂടി, താല്പര്യത്തോടുകൂടി, ആവേശത്തോടുകൂടി നമ്മുടെ ഹൃദയത്തിലേക്ക് കയറ്റി വെക്കാൻ കഴിയണം. പള്ളിയിൽ നിന്ന് പുറത്തു പോകുമ്പോ ഒരു വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെയുള്ള ഒരു ഈമാനിന്റെ ഒരു വലിയ ഒരു മുതൽക്കൂട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് പോകണം. മുഅ്മിനീകളെ, ഈ പള്ളിയിൽ നമ്മൾ പിരിയുമ്പോൾ ഇതെല്ലാം അല്ലാഹുവിന്റെ വലിയ വലിയ അമാനത്ത്, വലിയ വലിയ അനുഗ്രഹമാണ് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് നാളെ ചെയ്യാം, പിന്നെ ചെയ്യാം, അടുത്ത റമദാൻ ചെയ്യാം, അടുത്ത വെള്ളിയാഴ്ച നന്നാകാം എന്ന് കരുതേണ്ടതില്ല. ഏത് സമയത്താ പടച്ച റബ്ബിന്റെ അലംഘനീയമായ വിളി വരിക എന്ന് പറയാൻ ലോകത്ത് ഒരാൾക്കും, ഒരു വ്യക്തിക്കും, ഒരു സമൂഹത്തിനും, ഒരു സംഘടനകൾക്കും അത് പറയാൻ കഴിയില്ലല്ലോ സുഹൃത്തുക്കളെ. അതുകൊണ്ട് അമലുകളിൽ മുന്നേറുക. ഒറ്റപ്പെടുന്ന ഈ രംഗങ്ങളിൽ ഞാൻ തനിച്ചാകുമെന്നുള്ള ബോധത്തോടുകൂടി നല്ല അടിമകളായി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായി കൊണ്ടുള്ള പാപങ്ങളിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തു സംരക്ഷിക്കുമാറാകണേ. നാളെ ഒരു ഭാഗത്തെ സ്വർഗത്തിലേക്കും മറ്റൊരു ഭാഗത്തെ നരകത്തിലേക്കുമാക്കുമ്പോൾ മുവഹ്ഹിദുകളുടെ കൂടെ, മുത്തഖീങ്ങളുടെ കൂടെ നാഥാ നീ ഞങ്ങളെ സ്വർഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, ഒരുപാട് പാപങ്ങൾ, ഒരുപാട് തെറ്റുകൾ ചെയ്ത വ്യക്തികളാണ് ഞങ്ങൾ. അല്ലാഹുവേ, നീ കാരുണ്യവാനാണ്, ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരുമാറാകണേ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ അയൽവാസികൾ, ഞങ്ങളുടെ കൂട്ടുകുടുംബക്കാർ അല്ലാഹുവേ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നൽകി നീ അവരെ അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, ഞങ്ങളുടെ സാമ്പത്തിക കച്ചവട മേഖലകളിൽ ഞങ്ങൾക്ക് നീ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.